ചില കെട്ടുകഥകൾ പറയാറുണ്ട്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ഇവിടെ തേടിയത് അള്ളാഹുവിനോട് കേവലം നേരിട്ടൊരു തേട്ടം തേടിയതല്ല, ഇടക്കൊരു ആളെ നിർത്തിയിട്ട് ഹക്ക് കൊണ്ടാണ് പ്രാർത്ഥിച്ചത് എന്ന് ഒരു കെട്ടുകഥ പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുണ്ട്. ഹദീസ് സഹീഹല്ല. എന്താണ് ആ കഥയുടെ ചുരുക്കം? ആദമിൽ നിന്ന് അബദ്ധം സംഭവിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്വർഗത്തിലൂടെ കേരത്തോടെ നടക്കുമ്പോ അദ്ദേഹത്തിന്റെ തല ഉയർത്തി നോക്കി മുകളിലേക്ക്, എന്നിട്ട് പറഞ്ഞു, ഫഖാല അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ ഗഫർതലി. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട് നീ എന്റെ പാപം പൊറുക്കണേ എന്ന് ആദം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഫഅവഹല്ലാഹു ഇലൈഹി, അള്ളാഹു ആദമിനോട് വഹി കൊടുത്തു. അമൻ മുഹമ്മദ്, ആരാണ് ഈ മുഹമ്മദ്? പറഞ്ഞില്ലേ മുഹമ്മദ് ബിഹഖി മുഹമ്മദ്, അതാരാ? അദ്ദേഹം പറഞ്ഞു, തബാറക സ്മുക ലമ്മാ ഖലഖതനി, നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ നിന്റെ അർശിലേക്ക് ഞാനൊന്ന് തലയുയർത്തി നോക്കിയപ്പോ ഫഇദാ ഫീഹി മക്തൂബുൻ, അവിടെ എഴുതി വെക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നവിടെ എഴുതി വെക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഫഅലിംതു, അപ്പോൾ എനിക്ക് ശരിക്കും ബോധ്യമായി, അന്നഹു ലൈസ അഹദുൻ അഅളമ ഇൻദക ഖദറൻ മിമ്മൻ ജഅൽത ഇസ്മഹു മഅ ഇസ്മിക്, നിന്റെ പേരിന്റെ കൂടെ മറ്റൊരാളുടെ പേര് ചേർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അയാൾ മോശക്കാരനല്ല, പമ്പിച്ച സ്ഥാനമുള്ള ആളാണ് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അല്ലാഹു തആല ആദമിന് വഹി കൊടുത്തു, ആദമേ മനസ്സിലാക്കിക്കോ, ഇന്നഹു, അദ്ദേഹം ആഖിർ, അദ്ദേഹം അവസാനത്തെ പ്രവാചകൻ തന്നെയാണ്, അദ്ദേഹം അവസാനമായി വരാൻ പോകുന്ന പ്രവാചകനാണ്, അദ്ദേഹം മുഖേന നിന്റെ പാപം ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞു. ഇത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിനെതിരാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വ്യാഖ്യാനിക്കാണ്. അൽ ബഖറ സൂറത്തിൽ അല്ലാഹ് പറഞ്ഞു, ഫതലഖാ ആദമു മിർ റബ്ബി കലിമാത്, അല്ലാഹുവിങ്കൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം ചില വാചകങ്ങൾ പഠിച്ചെടുത്തു, സ്വീകരിച്ചു, ഏറ്റെടുത്തു. കലിമാത്ത് ഏതാ, വാചകങ്ങൾ ഏതാന്ന് അവിടെ പറഞ്ഞില്ല. അതേ അവസരത്തിൽ സൂറത്തുൽ അറാഫിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു. ഇതേ സംഭവം പറയുന്നിടത്ത് ഫഖാല, അവർ ഇരുവരും പ്രാർത്ഥിച്ചു, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതാണ് അവർ പ്രാർത്ഥിച്ചത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയും. അവിടെ ഒന്നും റബ്ബനാ വലംനാ അൻഫുസനാ എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ നീ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ പാപം പൊറുക്കണേ എന്ന് അവർ രണ്ടാളും പറഞ്ഞു എന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല. സഹീഹായ ഹദീസിലും എവിടെയും വന്നിട്ടില്ല. പിന്നെ ഇത് ഉദ്ധരിച്ചത് ദുർബലമായ ചില പരമ്പരകളിലൂടെയാണ്. ആ പരമ്പരയിൽ മോശപ്പെട്ട ആളുകളുണ്ട്, ദുർബലന്മാരായ ആളുകളുണ്ട്. അതുകൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിനെ സംബന്ധിച്ച് നിരൂപണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം അതിൽ ദുർഫുണ്ട്, ദുർബലതയുണ്ട്, ദുർബലന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല. ആദം നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഖ്ദാവ് ബർക്കത്തുകൊണ്ടാണ്, ഇടതേടിയിട്ടാണ് പാപം പുറത്തെന്ന് പറയുന്ന കാര്യം പ്രമാണത്തിന് വിരുദ്ധമാണ്. അതേ അവസരത്തിൽ കുറച്ചുകൂടി കടന്നു നോക്കിയാൽ ഫാത്തിമ മൗലൂദിലും ഷിയാക്കളുടേതായ കൃതികളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, കേവലം മുഹമ്മദ് നബിയുടെ ഹഖ് ബർക്കത്ത് കൊണ്ടല്ല പാപം പൊറുക്കപ്പെട്ടത്. ബിഹഖി മുഹമ്മദിൻ വ ഫാത്തിമ വ അലി വ ഹസൻ വ ഹുസൈൻ, അഞ്ചാളുകളുടെ പേരിലാണ് പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലിയാര്, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവർ അഞ്ചാളുടെയും ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പൊറുക്കപ്പെട്ടത്. അങ്ങനെ ഒരു കെട്ടുകഥ. പല കെട്ടുകഥകളും പലരും പറയുന്നു, പലയിടത്തുണ്ട്. അല്ല, അന്നും ഞാനുണ്ട് എന്ന് മൊയ്‌ദി ശൈഖ് പറഞ്ഞതായിട്ട് വേറെ കൃതികളിലും കാണുന്നു. എല്ലാം ഇസ്ലാമിന് നിരക്കാത്തതാണ്, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്തതാണ്. ഇതിലൊക്കെ അപ്പുറം പരിശോധിച്ച് നോക്കിയാൽ ക്രിസ്ത്യാനികൾ പറയുന്നത് യേശുവിലൂടെയാണ് ആദമിന്റെ പാപം പൊറുക്കപ്പെട്ടത് എന്നാണ്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ആ അർത്ഥത്തിൽ മൊത്തത്തിൽ ഇതൊക്കെ ഏറ്റെടുത്ത ആളാണല്ലോ യേശു. അതുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാം കാരണത്താലാണ് സല്ലത്തു ആദം അലൈഹി ഇസ്ലാമിന്റെ പാപം പൊറുക്കപ്പെട്ടത് എന്ന് അവരും അഭിപ്രായപ്പെടുന്നു. എല്ലാം ചെന്ന് ചേരുന്ന കേന്ദ്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരേ കേന്ദ്രത്തിലേക്കാണ്. വാസ്തവത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ കൃത്യമായി പഠിപ്പിച്ചത് ഇവിടെ ഹഖ് ബർക്കത്ത് കൊണ്ടുള്ള ഒരു പ്രാർത്ഥന, ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ല. ഒരാളുടെ ഹക്ക് കൊണ്ട് പുറത്തു തരണേ എന്ന് പറയുന്ന സമ്പ്രദായം.